ഈസ് ലവ് ഇനഫ് സർ. രത്നയുടെ കൂടെയുള്ള ഒരു യാത്ര. രത്നയുടെ കാഴ്ചകളിലൂടെയും കേൾവികളിലൂടെയും മുന്നോട്ടു പോകുന്ന ഒരു അനുഭവം. രത്ന ഒരു വിധവയാണ്. വിവാഹം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞപ്പോൾ അവളുടെ ഭർത്താവ് മരിച്ചു. അവളുടെ ഗ്രാമത്തിലെ വിശ്വാസപ്രകാരം വിധവകൾക്ക് വേറെ വിവാഹം കഴിക്കാൻ പാടില്ല. ഭർത്താവ് ഒരു അസുഖക്കാരനാണെന്ന് മറച്ചു വെച്ചാണ് രത്നയെ വിവാഹം കഴിച്ചത്. സ്ത്രീധനമൊന്നും കൊടുക്കണ്ട എന്നറിഞ്ഞപ്പോൾ മറ്റൊന്നും അന്വേഷിക്കാതെ അവളുടെ വീട്ടുകാർ ആ വിവാഹം നടത്തുകയായിരുന്നു. ഗ്രാമത്തിൽ നിന്നും മുംബൈയിൽ വന്ന വലിയൊരു പണക്കാരൻ്റെ ഫ്ലാറ്റിലാണ് അവളിപ്പോൾ ജോലി ചെയ്യുന്നത്. ഗ്രാമത്തിൽ നിന്നും മുംബൈയിലേക്കുള്ള യാത്രയിൽ ബാഗിൽ നിന്നും കുറച്ച് കുപ്പിവളകൾ എടുത്തിടുന്നതായി കാണിക്കുന്നുണ്ട്. വിധവകൾക്ക് ആഭരണങ്ങളൊന്നും പാടില്ല, വിവാഹം പോലുള്ള സെലിബ്രേഷനുകളിൽ പങ്കെടുക്കാൻ പാടില്ല എന്നൊക്കെയാണ് ആ നാട്ടിലെ വിശ്വാസം. അവൾക്ക് കിട്ടുന്ന ശമ്പളം സ്വന്തം വീട്ടിലേക്കും ഭർത്താവിൻ്റെ വീട്ടിലേക്കും കൊടുക്കുന്നുണ്ട്. കൂടാതെ അനിയത്തിയെ പഠിപ്പിക്കുന്നുമുണ്ട്. രത്ന ജോലിക്ക് നിൽക്കുന്നത് അശ്വിൻ എന്ന ഒരാളുടെ ഫ്ലാറ്റിലാണ്. അശ്വിൻ്റെ വിവാഹം തീരുമാനിച്ചിരുന്നു, പക്ഷേ അത് മുടങ്ങിപ്പോയി. ആ പെൺകുട്ടിക്ക് മറ്റൊരു അഫയർ ഉണ്ടായിരുന്നു എന്നറിഞ്ഞത് പിന്നീടാണ്. അയാൾ ആകെ നിരാശയിലാണ്. അശ്വിൻ്റെ താല്പര്യം എഴുത്തിലായിരുന്നു. എഴുതാൻ വേണ്ടി ന്യൂയോർക്കിൽ പോയിരുന്നു. അശ്വിന് അച്ഛനും അമ്മയും അനിയനുമാണ് ഉണ്ടായിരുന്നത്. അച്ഛനെ അവരുടെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സഹായിച്ചിരുന്നത് അനിയനായിരുന്നു. നിർഭാഗ്യവശാൽ അനിയൻ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. ഇപ്പോൾ അച്ഛനെ സഹായിക്കുക എന്നത് അശ്വിൻ്റെ ഉത്തരവാദിത്തമായി. അശ്വിൻ അത് യാതൊരു തരത്തിലും എൻജോയ് ചെയ്യുന്നില്ല. കൂടാതെ അയാൾ ചെയ്യുന്ന പലതും അച്ഛനും ഇഷ്ടപ്പെടുന്നില്ല. അതിനാൽ അവർ തമ്മിൽ പൊരുത്തക്കേടുകളും ഉണ്ടാവുന്നു. അശ്വിൻ്റെ നിരാശയിലും സങ്കടത്തിലും അയാളെ ആശ്വസിപ്പിക്കാനും ഉപദേശിക്കാനും എത്തുന്ന പലരും അയാളെ കൂടുതൽ വെറുപ്പിക്കുന്നതേയുള്ളൂ. എന്നാൽ ചിലപ്പോഴൊക്കെ അശ്വിൻ്റെ അവസ്ഥ കാണുമ്പോൾ രത്ന അവളുടെ തന്നെ ജീവിതം പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ നോക്കുന്നു. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ജീവിതം അവിടെ കഴിയുന്നില്ല, അത് മുന്നോട്ട് തന്നെ പോകുന്നു. അതിനാൽ സാറും ഇനിയുള്ള ജീവിതം നന്നായി ജീവിക്കൂ എന്നാണ് അവൾ പറയുന്നത്. അവളുടെ വാക്കുകൾ അയാളെ ആശ്വസിപ്പിക്കുന്നതായി തോന്നി. അശ്വിൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ അശ്വിൻ ഒറ്റയ്ക്കാണ്. അച്ഛനും അമ്മയുമെല്ലാം വേറെ ഫ്ലാറ്റിലാണ്. രത്നയ്ക്ക് ഫാഷൻ ഡിസൈനിങ്ങിനോട് വലിയ താല്പര്യമുണ്ട്. സ്റ്റിച്ചിങ് പഠിക്കുന്നതിനായി അടുത്തുള്ള ഒരു ടൈലറിംഗ് ഷോപ്പിൽ അവൾ അന്വേഷിക്കുന്നു. അവിടുത്തെ ടൈലർ അത് പഠിപ്പിച്ചു കൊടുക്കാമെന്നും പറയുന്നുണ്ട്. അശ്വിനോട് അനുവാദം ചോദിച്ച് ഫ്ലാറ്റിലെ ജോലികളൊക്കെ തീർത്തിട്ട് ടൈലറിംഗ് ഷോപ്പിൽ പോകുന്നു. അവിടെ എത്തുന്ന രത്നയെ കൊണ്ട് അവിടെ മുഴുവൻ ക്ലീൻ ചെയ്യിക്കുന്നു. ഓരോ ദിവസവും പ്രതീക്ഷയോടെ ഷോപ്പിലേക്ക് എത്തുന്ന രത്നയ്ക്ക് ഒന്നും തന്നെ അയാൾ പറഞ്ഞു കൊടുക്കുന്നില്ല. ചിലപ്പോഴൊക്കെ അയാൾ അളവെടുക്കുന്നതൊക്കെ അവൾ എത്തി നോക്കുന്നുണ്ട്. 1 മാസമായിട്ടും ഒന്നും പഠിപ്പിക്കാൻ കൂട്ടാക്കുന്നില്ല എന്ന് കണ്ട രത്ന നിരാശയോടെ അവിടെ നിന്നിറങ്ങുന്നു. അവൾ പോകുമ്പോൾ അയാൾ പറയുന്നത് ഫ്രീ ആയി ഒന്നും പഠിപ്പിക്കുമെന്ന് കരുതണ്ട എന്നാണ്. ടൈലറിങ്ങിന് പോകാൻ തുടങ്ങുമ്പോൾ സന്തോഷത്തോടെ കാണപ്പെട്ട രത്ന ഇപ്പോൾ സങ്കടത്തിലാണ് എന്ന് അശ്വിൻ മനസ്സിലാക്കുന്നുണ്ട്. ടൈലറിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു എന്ന് അശ്വിൻ്റെ ചോദ്യത്തിന് അത് നിർത്തി എന്ന് പറയുന്നു. ബാക്കി രത്ന പറയാതെ തന്നെ അശ്വിൻ അങ്ങോട്ട് പറയുന്നു, അവിടുത്തെ പണിയെടുത്ത് മടുത്തല്ലേ എന്ന്. പ്രത്യേകിച്ച് ഒന്നും പറയാതെ തന്നെ തൻ്റെ ചുറ്റുമുള്ള പാവങ്ങളുടെ ദയനീയാവസ്ഥ മനസ്സിലാക്കാൻ അയാൾക്ക് കഴിയുന്നുണ്ട്. അശ്വിൻ്റെ ഫ്ലാറ്റിൽ വെച്ച് അശ്വിൻ്റെ കസിൻസും ഫ്രണ്ട്സും എല്ലാം കൂടി ഒരു പാർട്ടി ആഘോഷിക്കുന്നു. ആ പാർട്ടിയിൽ അവർ അവിടെ കഴിച്ചു വെച്ചിരുന്ന പാത്രങ്ങളും ഗ്ലാസും ഒക്കെ എടുക്കാൻ വന്ന രത്നയുടെ കൈ തട്ടി അറിയാതെ അവിടെ വന്ന ഒരു സ്ത്രീയുടെ ദേഹത്ത് വീഴുന്നു. യഥാർത്ഥത്തിൽ രത്ന അവിടെ ഉണ്ടെന്ന് ശ്രദ്ധിക്കാതെ കയ്യിലിരുന്ന ജ്യൂസ് വീഴിക്കുന്നത് അവർ തന്നെയായിരുന്നു. എന്നാൽ അവരുടെ എക്സ്പെൻസീവായ ഡ്രസ്സ് ജ്യൂസ് വീഴിച്ചു എന്ന് പറഞ്ഞ് അവർ തന്നെ ഒച്ച വയ്ക്കുന്നു. അശ്വിനോട് രത്നയുടെ സാലറിയിൽ നിന്നും കട്ട് ചെയ്യാൻ അവർ ആവശ്യപ്പെടുന്നു. എന്നാൽ അപ്പോൾ തന്നെ അശ്വിൻ അത് പറ്റില്ല എന്ന് പറയുന്നു. അത് ഇൻസൾട്ടായി തോന്നിയ അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അശ്വിൻ ചെയ്തത് ശരിയായില്ല എന്ന് ഫ്രണ്ടും അവനോട് പറയുന്നു. അവർ രത്നയോട് ചെയ്തതും ശരിയായില്ല എന്നാണ് അശ്വിൻ അവരോട് പറയുന്നത്. രത്ന ഇപ്പോഴും ഫാഷൻ ഡിസൈനിങ് മോഹം വിട്ടിട്ടില്ല. കോഴ്സ് പഠിക്കുന്നതിന് ഫീസ് എത്ര രൂപയാകും എന്നൊക്കെ അവൾ അന്വേഷിക്കുന്നുണ്ട്. 5000 ആകും എന്ന് അറിഞ്ഞു. 5000 രൂപ കൊടുത്ത് കോഴ്സിന് ചേർന്നാൽ അനിയത്തിയുടെ എക്സാം ഫീസ് കൊടുക്കാനാവില്ല. അതുകൊണ്ട് ചേരാൻ മടിച്ചു നിൽക്കുന്ന രത്നയെ പൈസ കൊടുത്ത് സഹായിക്കാമെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നത് അവിടെ തന്നെ വേറെ ഫ്ലാറ്റിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. രത്നയ്ക്ക് എല്ലാത്തിനും കൂട്ട് അവരാണ്. അങ്ങനെ കോഴ്സിന് ചേരുന്നു. പഠിക്കാനാവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങി സന്തോഷത്തോടെ ഫ്ലാറ്റിലെത്തുന്ന രത്ന അതിയായ സന്തോഷത്തോടെ അശ്വിനോടത് പറയുന്നു. അവളുടെ സന്തോഷം കാണുമ്പോൾ അശ്വിനും സന്തോഷമാവുന്നുണ്ട്. 2 പേർക്കും അവരവരുടെ സങ്കടങ്ങളിലും ഒറ്റപ്പെടലുകളിലും പരസ്പരം ആശ്വാസം തോന്നാറുണ്ട്. ഒരിക്കൽ അശ്വിൻ അയാളുടെ റൂമിൽ ഇരുന്ന് ഫിലിം കാണുമ്പോൾ അങ്ങോട്ട്
അയാൾക്ക് ഫുഡ് കൊടുക്കാനായി കയറി വരുന്ന രത്ന സ്ക്രീനിലെ കിസ്സിംഗ് സീൻ കണ്ട് അസ്വസ്ഥയാവുന്നുണ്ട്. അവളുടെ മുഖത്തെ അസ്വസ്ഥത അശ്വിനും ശ്രദ്ധിക്കുന്നുണ്ട്. ഒരിക്കൽ വർക്ക് സൈറ്റിൽ നിന്നും മുന്നറിയിപ്പില്ലാതെ നേരത്തെ ഫ്ലാറ്റിലെത്തുന്ന അശ്വിൻ അയാളുടെ ബെഡ്റൂം തുറക്കുമ്പോൾ അവിടെ നിന്ന് ഒരു ഡ്രസ്സ് ഇട്ട് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നോക്കുന്ന രത്നയെയാണ് കാണുന്നത്. രണ്ടുപേരും പ്രതീക്ഷിക്കാതെ നടന്ന സംഭവമായതിനാൽ രണ്ടുപേരും പകച്ചു പോകുന്നു. അവൾ സ്വയം ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് ഇട്ട് നോക്കിയപ്പോൾ അവളുടെ റൂമിലെ കണ്ണാടി ചെറുതായതിനാൽ മുഴുവൻ കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് എന്നൊക്കെ ഒരുവിധം പറഞ്ഞൊപ്പിക്കാൻ നോക്കുന്നുണ്ട്. രത്നയോട് അത് സാരില്ല, പറയാതെ നേരത്തെ വന്ന് കയറിയത് താനല്ലേ എന്ന് പറഞ്ഞ് അശ്വിൻ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഫാഷൻ ഡിസൈനിങ്ങിൽ അവൾക്കുള്ള താല്പര്യം കണ്ട് അശ്വിൻ അവൾക്കൊരു സ്റ്റിച്ചിങ് മെഷീൻ സമ്മാനിക്കുന്നുണ്ട്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും നടന്നു പോകുമ്പോഴുമെല്ലാം അവിടെ കടകളിൽ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന ഡിസൈനർ ഡ്രസ്സുകളൊക്കെ താല്പര്യത്തോടെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കാറുണ്ടവൾ. ഒരു ദിവസം അതിലൊരു ഷോപ്പിൽ കയറി അവിടുത്തെ ഡ്രസ്സുകൾ നോക്കുന്നു. അവളെ കാണുന്ന ആ ഷോപ്പിലെ ലേഡി അവളെ പുറത്താക്കുന്നു. ഇത്തരം ഇൻസൾട്ടുകളും ചീത്തവിളികളും എല്ലാം രത്നയെ പോലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ സംഭവം മാത്രമാണെന്ന് തോന്നിപ്പോവും. അതൊക്കെ നിർവികാരതയോടെ തല കുനിച്ചു നിന്ന് കേൾക്കുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രം. ഒരു ദിവസം രത്നയുടെ അനിയത്തി അവളെ വിളിച്ച് താൻ പഠിപ്പ് നിർത്തിയെന്നും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്നും പറയുന്നു. മുംബൈയിലേക്ക് ഭർത്താവിനോടൊപ്പം വന്ന് താമസിക്കാൻ അവൾക്ക് താല്പര്യമുണ്ട് എന്നാണ് അവൾ പറയുന്നത്. അതുവരെ രത്ന സമ്പാദിച്ചതെല്ലാം അനിയത്തിയുടെ പഠിപ്പിനായാണ് മുടക്കിയത്. കല്യാണത്തിനായി അവൾ പ്രത്യേകിച്ചൊന്നും കരുതിയിരുന്നില്ല. അശ്വിൻ ഇതറിഞ്ഞ് അവളെ സഹായിക്കുന്നുണ്ട്. അശ്വിൻ അങ്ങേയറ്റം സമ്പന്നതയിലും സൗകര്യങ്ങളിലും മാത്രം വളർന്നു വന്ന ആളാണെങ്കിലും രത്നയെ പോലുള്ളവരെ മനസ്സിലാക്കാൻ അയാൾക്ക് കഴിയുന്നുണ്ടായിരുന്നു. ഈ ലോകത്ത് വളരെ ചെറിയൊരു ശതമാനം പേരെ അശ്വിനെ പോലെ ഉള്ളൂ എന്ന് തോന്നുന്നു. മനസ്സ് നിറയെ മറ്റുള്ളവരോട് സ്നേഹവും എമ്പതിയും ഉള്ള ആൾ. അവർക്ക് എല്ലാവരും മനുഷ്യരാണ്. പാവങ്ങളും പണക്കാരും പഠിപ്പുള്ളവരും പഠിപ്പില്ലാത്തവരും എന്നൊന്നുമില്ല. ചുറ്റും കൂടി നിന്ന് പൊള്ളയായ വാക്കുകൾ പറഞ്ഞ് സുഖിപ്പിക്കുന്നവരെയും കാപട്യക്കാരെയും അവർക്ക് തിരിച്ചറിയാം. അത്തരക്കാരെ അകറ്റി നിർത്താൻ ശ്രദ്ധിക്കുകയും ചെയ്യും. അശ്വിൻ്റെ കൺസ്ട്രക്ഷൻ സൈറ്റിലെ തൊഴിലാളികളുടെ ദയനീയ അവസ്ഥകൾ കണ്ട് അയാൾ പലപ്പോഴും വിഷമിക്കുന്നതായി കാണിക്കുന്നുണ്ട്. അവരോടൊന്നും അയാൾ ഒരിക്കൽ പോലും ദേഷ്യപ്പെടുന്നില്ല. മറിച്ച് കരുണയോടെ, കരുതലോടെ, സ്നേഹത്തോടെ മാത്രമേ ഇടപെടുന്നുള്ളൂ. എന്നാൽ അഹങ്കാരത്തോടെയും ധാർഷ്ട്യത്തോടെയും പെരുമാറുന്ന ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും പലപ്പോഴും അയാൾ ദേഷ്യപ്പെടുകയും നീരസം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും പരിതാപകരമായ ചുറ്റുപാടുകളിൽ നിന്ന് വന്ന് ഒരു ദാസിയായി ജീവിക്കുന്ന രത്നയ്ക്ക് അശ്വിനെ പോലെയുള്ള ഒരാളുടെ അടുത്ത് എത്താൻ കഴിഞ്ഞത് തന്നെ അവൾക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമായാണ് എനിക്ക് തോന്നിയത്. അവളെ പോലെയുള്ള മറ്റനേകം ആളുകൾക്ക് കിട്ടാത്ത ഒരു ഭാഗ്യം. അവരെ പോലുള്ളവരെ മനുഷ്യരായി പോലും കണക്കാക്കാത്ത ആളുകളാണ് പല സമ്പന്നരും എന്ന് തോന്നിയിട്ടുണ്ട്. ഗൾഫിലൊക്കെ ഹൗസ് മെയ്ഡായി പോകുന്ന പലരുടെയും കഥകൾ കേൾക്കാറുണ്ട്. ആടുജീവിതം തിയേറ്ററിൽ പോയി കണ്ടിറങ്ങിയപ്പോൾ ഗൾഫിൽ 2 വർഷം ജോലിക്ക് പോയ ഒരാൾ എന്നോട് പറഞ്ഞത്, ഞാൻ മരുഭൂമിയിൽ ആട് മേയ്ക്കുകയായിരുന്നില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇതുപോലെ തന്നെയായിരുന്നു എന്നാണ്. അശ്വിൻ കൂടുതലായും ഉപയോഗിക്കുന്ന വാക്കുകൾ താങ്ക് യു, സോറി എന്നിവയാണ്. അത് അയാളുടെ വിനയത്തെയാണ് കാണിക്കുന്നത്. അശ്വിൻ എന്നും രത്നയെ റെസ്പെക്റ്റോടു കൂടിയേ കണ്ടിട്ടുള്ളൂ. അശ്വിന് രത്നയോടുള്ള അനുകമ്പയും കരുതലുമെല്ലാം പിന്നീട് അവളോടുള്ള സ്നേഹമാകുന്നുണ്ട്. രത്നയ്ക്കും അശ്വിനോട് ഇഷ്ടം തന്നെ. പക്ഷേ അവർക്കിടയിൽ വലിയൊരു മതിലുണ്ടല്ലോ, പാവപ്പെട്ടവൻ്റെയും പണക്കാരൻ്റെയും ഇടയിലെ മതിൽ. അശ്വിൻ അയാളുടെ സ്നേഹം അവളോട് തുറന്നു പറയുമ്പോഴും അത് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴുമെല്ലാം തനിക്ക് അർഹതയില്ലാത്തതെന്തോ ആണ് എന്നും തൻ്റെ ഭാഗത്തു നിന്നും തെറ്റ് സംഭവിക്കരുതെന്നുമുള്ള തോന്നലിൽ അവൾ അതിൽ നിന്നും പിന്തിരിയാൻ നോക്കുന്നു. ഒരു മകൻ നഷ്ടപ്പെട്ട മാതാപിതാക്കളെ കൂടുതൽ വിഷമിപ്പിക്കരുത് എന്ന് പറഞ്ഞ് അശ്വിനെ പിന്തിരിപ്പിക്കാനും നോക്കുന്നുണ്ട്. മറ്റൊരു മാർഗവും ഇല്ലാതിരുന്നിട്ടും താൻ കാരണം അവിടെ ആരെയും വിഷമിപ്പിക്കരുത് എന്ന ചിന്തയിൽ അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് മുംബൈയിൽ ഭർത്താവുമൊത്ത് താമസിക്കുന്ന അനിയത്തിയുടെ അടുത്തേക്ക് അവൾ പോകുന്നു. കുറച്ചുനാൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ അനിയത്തി ബുദ്ധിമുട്ട് പറഞ്ഞു തുടങ്ങുന്നു. അശ്വിനോട് രത്നയ്ക്കും ഇഷ്ടമായിരുന്നതിനാൽ ഒരു ദിവസം അശ്വിനെ അന്വേഷിച്ച് അവൾ അവിടെ വരുന്നു. അവർ തമ്മിൽ ഒന്നിക്കാനുള്ള ഒരു സാധ്യത കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. ഈ സിനിമ വളരെ നല്ലൊരു അനുഭവമായി തോന്നി. കാണാൻ സാധിക്കുമെങ്കിൽ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. റോഹേന ഗേര എന്നൊരു സ്ത്രീയാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തത് എന്നറിഞ്ഞപ്പോൾ
ഒരു സ്ത്രീ എന്ന നിലയിൽ വളരെയധികം അഭിമാനം തോന്നുകയും ചെയ്തു.